നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. KPCC പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ച ഇന്ന് ഡൽഹിയിൽ. പുനഃസംഘടനയിൽ കണ്ണൂർ മുഖ്യ തർക്ക വിഷയം. അഞ്ചേരി ബേബി വധക്കേസിൽ അറസ്റ്റിലായ CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി MM മണിയെ നവംബർ 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്കും വോട്ടവകാശം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ പരിഷ്കരണം പുനഃപരിശോധിക്കണം SSF. കാരന്തൂർ മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന മർക്കസ് അലുമിനി അസംബ്ലി 2012 ഡിസംബർ 8 മർക്കസിൽ. മമ്പുറം തങ്ങളുടെ വീട്ടിൽ ആണ്ടുനേർച്ചയും ചരിത്ര സെമിനാറും ഡിസംബർ 4 മുതൽ. UAEയിൽ 2013 സ്വദേശിവൽക്കരണ വർഷമായി ആചരിക്കുമെന്ന് ഷേഖ് മുഹമ്മദ്. സൗദിയിൽ നീതാക്കാത്തിൽ വൻ അട്ടിമറി. വാർത്തകൾ വിശദമായി. KPCC പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടക്കുന്നു. ഇതിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹിയിലെത്തി. തർക്കമുള്ള കണ്ണൂർ DCCയുടെ കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിടണമെന്നതാണ് A ഗ്രൂപ്പിന്റെ നിലപാട്. കണ്ണൂരിന് പകരം തൃശൂർ വിട്ടുനൽകാനാകില്ലെന്ന നിലപാടിലാണ് വിശാല ഐയും K കരുണാകരനൊപ്പം കോൺഗ്രസിൽ മടങ്ങിയെത്തിയവരും. കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള DCC വിഭജനത്തിലും KPCC ഭാരവാഹികളുടെ കാര്യത്തിലും ഏകദേശ ധാരണയിലെത്തിയിരുന്നു. DCC അധ്യക്ഷസ്ഥാനം പങ്കിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 2 ദിവസത്തെ ചർച്ചയ്ക്കിടെ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രി നാളെ മടങ്ങും. അതേസമയം ഇത്തവണയും സമവായം ഉണ്ടായില്ലെങ്കിൽ വിവിധ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കേണ്ടവരുടെ ഒന്നിലേറെ പേരുകൾ ഉൾപ്പെടുത്തിയുള്ള കരട് പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി സംസ്ഥാന നേതൃത്വം തലയൂരാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റിലായ CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി MM മണിയെ നവംബർ 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടു. ചോദ്യം ചെയ്യുന്നതിനാണ് ഇദ്ദേഹത്തെ പോലീസിന് വിട്ടുനൽകിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മേലെ ചെമ്മണ്ണാർ അഞ്ചേരി ബേബിയെ വധിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് മണിയെ അറസ്റ്റ് ചെയ്തത്. നവംബർ 21 പുലർച്ചെ 5:40 കുഞ്ചിത്തണ്ണിയിലെ വീട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന് 30 വർഷത്തിനുശേഷമാണ് ഈ അറസ്റ്റ്. രാവിലെ 7 മണിക്ക് നെടുങ്കണ്ടം CI ഓഫീസിലെത്തിച്ച മണിയെ രാവിലെ 9 നെടുങ്കണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് മണിയെ ഡിസംബർ 4 വരെ കോടതി റിമാൻഡ് ചെയ്ത് പീരുമേട് സബ് ജയിലിലേക്ക് അയച്ചു. ഇതിനിടെ MM മണി നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഓപ്പറേഷൻ റിംഗ് ടൂൺ എന്ന് പേരിട്ട് തികച്ചും നാടകീയമായിട്ടാണ് മണിയെ അറസ്റ്റ് ചെയ്തത്. നുണപരിശോധനയ്ക്ക് ഹാജരാകില്ല എന്നറിഞ്ഞ ശേഷം നവംബർ 15 മുതലാണ് IG പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മണിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1200ഓളം പോലീസുകാരെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തിയായ പ്രവാസികൾക്കും വോട്ടവകാശം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പ്രവാസികളെ ഉൾപ്പെടുത്താനും ധാരണയായി. പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്തി തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ പ്രവാസി മലയാളികൾക്ക് വോട്ടവകാശം നൽകാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. ഈ നിർദ്ദേശം അനുസരിച്ചാണ് പുതിയ തീരുമാനം. ഇതോടെ 30 ലക്ഷത്തിലധികം വരുന്ന വിദേശ മലയാളികൾക്കും വോട്ട് ചെയ്യാം. ഇവരിൽ 70%-ലധികവും ഗൾഫ് രാജ്യങ്ങളിലാണ്. വോട്ടവകാശം വേണമെന്ന പ്രവാസികളുടെ നിരന്തര അഭ്യർത്ഥനയെ മാനിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം.
ഇറാഖ് തലസ്ഥാനമായ ബഗ്ദാദിൽ 3 വ്യത്യസ്ത ബോംബ് സ്ഫോടനങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടു, 72 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. നഗരത്തിന് വടക്ക് പടിഞ്ഞാറുള്ള ഷിയ പള്ളിക്ക് സമീപമാണ് സ്ഫോടനങ്ങളുണ്ടായത്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ബഗ്ദാദിലെ അൽ ഷുഅല ജില്ലയിലാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. 8 പേരാണ് ഇവിടെ മരിച്ചത്, 21 പേർക്ക് പരിക്കേറ്റു. മണിക്കൂറുകൾക്കകം കുരീറ്റ് ജില്ലയിൽ രണ്ടാം സ്ഫോടനമുണ്ടായി. 6 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മൂന്നാമത്തെ സ്ഫോടനമുണ്ടായത് ഹുറിയ ജില്ലയിലാണ്. ഇവിടെ കൊല്ലപ്പെട്ടത് 5 പേരാണ്, 19 പേർക്ക് പരിക്കേറ്റു. മകനോടിച്ച ബൈക്കിൽ സ്വകാര്യ ബസ്സിടിച്ച് മാതാവ് മരിച്ചു. മഞ്ചേരിക്ക് സമീപം തോറപ്പ കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ ഫാത്തിമക്കുട്ടിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന മകൻ ഇസ്ഹാക്കിന് പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 9:15 വീമ്പൂർ മുട്ടിപ്പടിയിലാണ് സംഭവം. അപകടത്തെ തുടർന്ന് ക്ഷുഭിതരായ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. കോട്ടയത്ത് ആസാം സ്വദേശികളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ധനിറാം ഗൊഗോയ്, ഹേമന്ത്, ബിന്ദുത് ചെട്ടിയാം എന്നിവരെയാണ് നാഗമ്പടം പ്രദേശത്തു നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാഞ്ഞിരപ്പള്ളിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കെത്തിയതാണ് 3 പേരും. ഇവരുടെ മൊബൈലിൽ നിന്ന് ഉൾഫ തീവ്രവാദികളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിലും ആസാമിലും അന്വേഷണം നടത്തിവരികയാണ്. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിന്റെ പ്രാന്തപ്രദേശത്തെ പിടിച്ചുലച്ച 2 കാർ ബോംബ് സ്ഫോടനങ്ങളിൽ 29 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ. ക്രിസ്ത്യൻ നഗരമായ ജർമാനിയിലാണ് സ്ഫോടനം നടന്നതെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്ന് സന വാർത്താ ഏജൻസി പുറത്തുവിട്ടു. തകർന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ടെലിവിഷൻ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി കെട്ടിടങ്ങൾ സ്ഫോടനത്തിൽ തകർന്നു. ജർമ്മനിയിൽ നേരത്തെ വിമതരും സർക്കാർ സേനയും ഏറ്റുമുട്ടൽ നടത്തിയതായി BBC പറയുന്നു. ഡമസ്കസിലുടനീളം അടുത്ത ദിവസങ്ങളിലായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ കടുത്ത ഏറ്റുമുട്ടൽ നടന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ മിനിമം നിരക്ക് 15 രൂപയാക്കി. മിനിമം നിരക്കിൽ പോകാവുന്ന ദൂരപരിധി 1.25 കിലോമീറ്ററാണ്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനം. ലോഡ് ഷെഡിംഗിന് പുറമെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം നിലവിലെ നിരക്കിൽ 200 യൂണിറ്റാക്കണമെന്ന് വൈദ്യുതി ബോർഡ്. അധിക ഉപയോഗത്തിന് അധിക നിരക്ക് ഈടാക്കണം. വ്യവസായങ്ങൾക്ക് 25% പവർ കട്ട് ഏർപ്പെടുത്തണമെന്നും വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടു. വൈദ്യുതി ബോർഡിന്റെ ശുപാർശകൾ ഇന്നോ നാളെയോ റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിക്കും. കൊച്ചി മെട്രോ പദ്ധതി വിലയിരുത്താൻ ജപ്പാൻ രാജ്യാന്തര സഹകരണ ഏജൻസി സംഘം ഇന്ന് കൊച്ചിയിലെത്തും. പദ്ധതിക്ക് വായ്പ നൽകുന്നതിന് മുന്നോടിയായാണ് സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന 11 അംഗ സംഘമെത്തുന്നത്. മിറ്റ്സുബിഷി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ കൺസൾട്ടന്റ് തക്കേശി ഫുക്കായമയുടെ നേതൃത്വത്തിലാണ് ജൈക്ക സംഘം കൊച്ചിയിലെത്തുന്നത്. KMRL MDയുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും സംഘം നാളെ ചർച്ച നടത്തും. പദ്ധതി രേഖ, ട്രാഫിക് ഡിസൈൻ, സാങ്കേതിക വിദ്യ എന്നിവ സംബന്ധിച്ചായിരിക്കും നാളത്തെ ചർച്ച. വെള്ളിയാഴ്ച സംഘം നോർത്ത് മേൽപ്പാലമടക്കം നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കും. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ ശനിയാഴ്ച നടക്കും. DMRC പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തേക്കും. കണ്ണൂർ ധർമ്മടത്തെ സംഭവത്തിനു പിന്നാലെ കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം വെള്ളൂരിലും പെൺകുട്ടികളെ പിതാവ് പീഡിപ്പിച്ചതായി പരാതി. 11ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്ന അമ്മയുടെ പരാതിയെ തുടർന്ന് പെൺകുട്ടികളുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളൂർ സ്വദേശികളായ പെൺകുട്ടികളാണ് പിതാവിന്റെ പീഡനത്തിനിരയായത്. 2 വർഷത്തിലേറെയായി കുട്ടികളെ പിതാവ് പീഡിപ്പിച്ചിരുന്നതായി അമ്മ വെള്ളൂർ പോലീസിൽ പരാതി നൽകി. പെരുവക്ക് സമീപമുള്ള ഹോട്ടലിലെ ജീവനക്കാരനായ പെൺകുട്ടികളുടെ പിതാവിനെ കടുത്തുരുത്തി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പിതാവിന്റെ പീഡനം മൂലം മൂത്ത പെൺകുട്ടിയെ അമ്മ വൈക്കത്തെ ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് മാറ്റിയിരുന്നു. ഇതോടെ 11 വയസ്സുള്ള ഇളയ കുട്ടിയെ പ്രതി പീഡിപ്പിച്ചു തുടങ്ങി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെയും പിതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കണ്ണൂർ സ്വദേശിയായ പ്രതി വർഷങ്ങളായി കുടുംബസമേതം വെള്ളൂരിന് സമീപത്താണ് താമസിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ ഒന്ന് പരാതി പറഞ്ഞു. പരാതിയുടെ സമയത്ത് നമ്മൾ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അമ്മയുടെ പരാതിയെ തുടർന്ന് കടുത്തുരുത്തി CI V രാജീവ് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സഹായത്തോടെ പെൺകുട്ടികളുടെ മൊഴിയെടുത്തു. പിതാവ് പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. ഇതേ തുടർന്ന് പിറവത്തെ ഹോട്ടലിൽ നിന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ മാൽഡ മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറിനുള്ളിൽ 6 ശിശുക്കൾ മരണമടഞ്ഞത് വിവാദമാകുന്നു. ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഉയരുന്നതായുള്ള UN റിപ്പോർട്ടിന് തെളിവാവുകയാണ് പുതിയ സംഭവം. ഓരോ വർഷവും 15 ലക്ഷം കുഞ്ഞുങ്ങൾ മരിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ കണക്ക്. 4 ദിവസത്തിനുള്ളിൽ 19 കുഞ്ഞുങ്ങൾക്കാണ് പശ്ചിമബംഗാളിലെ ഒരു ആശുപത്രിയിൽ മാത്രം ജീവൻ നഷ്ടമായത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില മോശമായിരുന്നെന്നാണ് അധികൃതരുടെ വിശദീകരണം. മിക്ക കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരക്കുറവുണ്ടായിരുന്നു. യൂണിസെഫ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2011 5 വയസ്സിൽ താഴെ പ്രായമുള്ള 16 ലക്ഷം കുഞ്ഞുങ്ങളാണ് ഇന്ത്യയിൽ മരണമടഞ്ഞത്. ലോകത്ത് ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്കുള്ള ആദ്യ 5 രാജ്യങ്ങളിൽപ്പെടുന്നു ഇന്ത്യ. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോഗോ, നൈജീരിയ തുടങ്ങിയവയേക്കാൾ മോശമാണ് ശിശുമരണ നിരക്കിൽ ഇന്ത്യയെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 50% മരണവും പോഷകാഹാരക്കുറവ് മൂലമാണ്. 1 വയസ്സിൽ താഴെ പ്രായമുള്ള 1000 കുഞ്ഞുങ്ങളിൽ 50 പേർ മരിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ കണക്ക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് മരിക്കുന്നവരിൽ ഏറെയും. ജീവൻ നഷ്ടമാവുന്നതിൽ കൂടുതലും പെൺകുഞ്ഞുങ്ങളാണ് എന്നത് ശിശു സംരക്ഷണത്തിലെ ലിംഗവിവേചനവും വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് 9 അംഗ പെൺവാണിഭ സംഘം പിടിയിലായി. സഹോദരിമാരടക്കം 4 സ്ത്രീകളും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുമാണ് പിടിയിലായത്. നെടുമങ്ങാട് ഉണ്ടപ്പാറയിൽ അനാശാസ്യ കേന്ദ്രം നടത്തിവന്ന 4 സ്ത്രീകളും ഇവിടെ എത്തിയ 5 യുവാക്കളുമാണ് പോലീസിന്റെ പിടിയിലായത്. 5 യുവാക്കളും നെടുമങ്ങാടിന് സമീപമുള്ള സാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. വർഷങ്ങളായി സഹോദരിമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇന്റർനെറ്റിലൂടെയും ഫോണിലൂടെയുമാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. അനാശാസ്യ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ നിരന്തരം പരാതിയുന്നയിച്ചിരുന്നു. ആക്ഷൻ കൌൺസിലും രൂപീകരിച്ചിരുന്നു. നേരത്തെയും ഇവരെ പിടികൂടിയിരുന്നു. എന്നാൽ പോലീസ് നിരീക്ഷണം ശക്തമല്ലാത്തതിനാൽ അനാശാസ്യം തുടരുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് കേന്ദ്രം റെയ്ഡ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. പിടികൂടിയവരെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. വ്യാജ ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 6 കേസുകൾ CBI എഴുതിത്തള്ളി. മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉടമ ജോൺ കെന്നഡി അടക്കം 12 പേർ പ്രതികളായ കേസുകൾ അവസാനിപ്പിച്ച് എറണാകുളം CGM കോടതിയിൽ CBI റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവർ വിറ്റത് വ്യാജ ലോട്ടറി അല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസുകൾ CBI തള്ളിയത്. സംസ്ഥാനത്ത് വ്യാജ ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത 32 കേസുകളിൽ 6 എണ്ണമാണ് CBI എഴുതിത്തള്ളിയത്. 2010 ജനുവരി 12, 13 തീയതികളിൽ സംസ്ഥാനത്തെ വിവിധ ലോട്ടറി കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളാണിവ. ഇതിൽ 2 കേസുകളിൽ മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉടമ ജോൺ കെന്നഡിയും പ്രതിയായിരുന്നു. റെയ്ഡിൽ പിടിച്ചെടുത്ത ലോട്ടറികൾ വ്യാജമല്ലെന്നാണ് CBI കണ്ടെത്തൽ. ഭൂട്ടാൻ, സിക്കിം സർക്കാരുകളിൽ നിന്ന് ആവശ്യമായ അനുമതി വാങ്ങിയ ശേഷം അച്ചടിച്ചു വിറ്റ ഈ ലോട്ടറികൾക്ക് സംസ്ഥാന സർക്കാർ നികുതി ഈടാക്കിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. റെയ്ഡ് നടന്ന സമയത്ത് കേരളത്തിൽ അന്യസംസ്ഥാന ലോട്ടറി വിൽപ്പനയ്ക്ക് നിയന്ത്രണമുണ്ടായിരുന്നില്ലെന്നും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാന്നാർ സൂര്യ ലോട്ടറി ഏജൻസീസ്, തൃശൂർ ഭഗവതി ലോട്ടറി ഏജൻസി, ചെങ്ങന്നൂർ ശിവ ലക്കി സെന്റർ, മാവേലിക്കര പ്രീദാസ് ലോട്ടറി, കോട്ടയം സ്റ്റാർ ലക്കി സെന്റർ എന്നീ വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ എടുത്ത കേസുകളാണ് അന്വേഷണത്തിനൊടുവിൽ CBI എഴുതിത്തള്ളിയത്. കൊള്ളപ്പലിശക്ക് പണം കടം കൊടുത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തിയതിന് കേസിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി. തിരുവനന്തപുരം സിറ്റി പോലീസിലെ 5 പോലീസുകാരെ ഹേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ റൈറ്റർ സതീഷ്, ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റൈറ്റർ വിജയൻ, ഫോർട്ട് CI ഓഫീസ് റൈറ്റർ മോഹനൻ, പേട്ട അഡീഷണൽ SH പ്രേമൻ, ട്രാഫിക് ASI സുരേഷ് എന്നിവർക്കെതിരെയാണ് നടപടി. പോലീസ് ജോലിയുടെ മറവിലും ഇതിന്റെ സ്വാധീനം ഉപയോഗിച്ചുമാണ് ഇവർ ബ്ലേഡ് പണമിടപാടുകൾ നടത്തിപ്പോന്നത്. ഇവരുടെ ഭീഷണി കൊണ്ട് ജീവിതം വഴിമുട്ടിയ ചാലക്കമ്പോളത്തിലെ ഒരു വ്യാപാരിയുടെ പരാതിയെക്കുറിച്ച് ADGP നേരിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് വസ്തുതകൾ പുറത്തുവന്നത്. അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടുകൊണ്ട് ഉത്തരവായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഹാജിമാരിൽ ഇന്നലെ വരെ 7123 ഹാജിമാർ തിരിച്ചെത്തി. ഇന്നലെ 4 വിമാനങ്ങളിലായി 1199 ഹാജിമാർ തിരിച്ചെത്തിയിരുന്നു. ഇന്ന് 2 വിമാനങ്ങളിലായി 600 ഹാജിമാരും നാളെ 3 വിമാനങ്ങളിലായി 840 ഹാജിമാരും തിരിച്ചെത്തും. ഹാജിമാരുടെ മടക്കയാത്ര വെള്ളിയാഴ്ച അവസാനിക്കും.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണത്തിന്റെ വില റെക്കോർഡ് നിലയിൽ നിന്നും താഴ്ന്നു. പവന് 120 രൂപ കുറഞ്ഞ് 24,120 രൂപയും ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 3,015 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്നലെ 80 രൂപയുടെ വർധനയോടെ 24,240 രൂപയിലെത്തി സ്വർണം പുതിയ ഉയരം കുറിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 14 രേഖപ്പെടുത്തിയ 24,160 രൂപയായിരുന്നു ഇതിനു മുമ്പ് കണ്ട ഏറ്റവും ഉയർന്ന നിരക്ക്. ഗൾഫ് വാർത്തകൾ. ഇന്ത്യയിലേക്ക് വിമാന സർവീസ് വർദ്ധിപ്പിക്കാൻ ഒമാൻ എയറും ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും ധാരണയായി. ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് ഒമാൻ എയർ ഇരട്ടി സർവീസുകൾ നടത്തും. എന്നാൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് നിലവിലെ സർവീസുകൾ മാത്രം തുടരും. കേരള സെക്ടറിൽ പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതല്ല. ഒമാൻ എയർ സിഇഒ സാലിം ബിൻ അൽ ഔനിയും ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി പി കുമാറും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും വ്യോമയാന വകുപ്പ് പ്രതിനിധികൾ തമ്മിൽ 2 ദിവസം നീണ്ട ചർച്ചക്കൊടുവിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇന്ത്യയിലേക്ക് ഒമാൻ എയറിന്റെ സീറ്റുകളും ഗണ്യമായി വർദ്ധിപ്പിച്ചു. പുതിയ ധാരണ പ്രകാരം ആഴ്ചയിൽ 4,500ഓളം സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഒമാൻ എയറിന് ആഴ്ചയിൽ 11,550 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇനി ആഴ്ചയിൽ 16,016 സീറ്റുണ്ടാകും. നിലവിലുള്ള ധാരണാപത്രം 1995ലാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 7 സർവീസുകളും മുംബൈയിലേക്ക് നിലവിലുള്ള 14 സർവീസും തുടരും. വിശുദ്ധ ഖുർആനെ അപമാനിക്കുകയും വിവാഹത്തിന് വിസമ്മതിച്ച യുവതിയെ മർദ്ദിക്കുകയും ചെയ്ത ഫ്രഞ്ച് ബിസിനസ്സുകാരന് ദുബായ് കോടതി 2 വർഷം തടവു ശിക്ഷ വിധിച്ചു. അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച 36-കാരിയായ ബ്രിട്ടീഷുകാരിയുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കടന്ന 41-കാരൻ യുവതിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിസമ്മതിച്ച യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും മുറിയിലുണ്ടായ ഖുർആന് മുകളിൽ തുപ്പുകയും വലിച്ചെറിയുകയുമായിരുന്നു. 4 മണിക്കൂറോളം യുവതിയെ മുറിയിൽ പൂട്ടിയിട്ട ഇയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇയാളെ നാടുകടത്താനും വിധിച്ചിട്ടുണ്ട്. സൗദിയിൽ സ്വകാര്യ തൊഴിൽ മേഖലയിൽ സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി 1 വർഷം മുമ്പ് തൊഴിൽ മന്ത്രാലയം കൊണ്ടുവന്ന നിത്താക്കാത്ത് വ്യവസ്ഥയിൽ വൻ അട്ടിമറി. വ്യവസ്ഥ മറികടക്കാൻ 47,000 സ്വദേശികൾക്ക് വ്യാജ നിയമനം നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. സോഷ്യൽ ഇൻഷുറൻസിന്റെയും നാഷണൽ ഇൻഫർമേഷൻ സെന്ററിന്റെയും സഹകരണത്തോടെ തൊഴിൽ മന്ത്രാലയമാണ് നിത്താക്കാത്ത് വ്യവസ്ഥയിലെ അട്ടിമറി കണ്ടെത്തിയത്. വിവിധ കമ്പനികൾ ജീവനക്കാരായി നിയമനം നൽകി ഗോസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത 47,000 സ്വദേശികൾ നേരത്തെ സർക്കാർ സർവീസിലുള്ളവരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നിത്താക്കാത്ത വ്യവസ്ഥ പ്രകാരം ഓരോ സ്ഥാപനവും നിശ്ചിത അനുപാതം തസ്തികകൾ സ്വദേശിവൽക്കരിക്കാൻ നിർബന്ധിതരാണ്. അനുപാതം പൂർത്തീകരിച്ചില്ലെങ്കിൽ സ്ഥാപനം മഞ്ഞ, ചുവപ്പ് വിഭാഗങ്ങളിൽ ഉൾപ്പെടും. മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ നിഷേധിക്കപ്പെടും. ഇത് മറികടക്കാനാണ് സർക്കാർ സർവീസിലുള്ളവരെ ആ വിവരം മറച്ചുവെച്ച് സ്ഥാപനങ്ങൾക്ക് പച്ച, എക്സലന്റ് വിഭാഗങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ വ്യാജ നിയമനങ്ങൾ നടത്തിയത്. വിവരം ശ്രദ്ധയിൽപ്പെട്ടയുടൻ പ്രസ്തുത സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കി എക്സലന്റ്, പച്ച വിഭാഗത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ ലഭിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ എടുത്തുകളയാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. UAEയിൽ 2013 സ്വദേശിവൽക്കരണ വർഷമായി ആചരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സ്വദേശിവൽക്കരണം ദേശീയ പ്രാധാന്യമുള്ള നയമായി കണ്ട് എല്ലാ മേഖലയിലും അത് നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കും. രാജ്യം 41ാം ദേശീയ ദിനം ആചരിക്കുന്ന വേളയിൽ എമിറേറ്റുകളുടെ ഐക്യത്തിന് സാക്ഷ്യം വഹിച്ച യൂണിയൻ ഹൌസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പൗരന് പ്രഥമ പരിഗണന നൽകണമെന്നാണ് രാജ്യത്തിന്റെ സ്ഥാപകരിൽ നിന്ന് ലഭിക്കുന്ന പാഠം. കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനേക്കാൾ പ്രാമുഖ്യം അവരുടെ ക്ഷേമത്തിനായാണ് നൽകേണ്ടത്. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ വികസന സങ്കല്പം അതാണ്. ഇതുപ്രകാരം 2012 നേട്ടങ്ങളുടെ തുടർച്ച 2013 ഉണ്ടാകും. പൗരന്മാരുടെ ക്ഷേമത്തിനായി വരും വർഷങ്ങളിലും ഇത് തുടരും. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തോൽവിക്ക് സ്ഥാനമില്ല, ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. യൂണിയൻ ഹൌസിന് തൊട്ടടുത്തായി യൂണിയൻ മ്യൂസിയം നിർമ്മിക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി.
UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അജ്മാൻ ICF RSC കമ്മിറ്റി സംഘടിപ്പിക്കുന്ന UAE ദേശീയ ദിനാഘോഷം ഡിസംബർ 1 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. അറബ് പ്രമുഖർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. UAE ദേശീയ ദിനാഘോഷ പരിപാടികൾ നവംബർ 30 അബുദാബി നാഷണൽ തിയേറ്ററിൽ നടക്കും. UAE ഭരണകർത്താക്കൾ, ഇന്ത്യൻ മന്ത്രിമാർ, നയതന്ത്ര പ്രതിനിധികൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. പത്മശ്രീ MA യൂസുഫ് അലി ദേശീയദിന സന്ദേശം നൽകും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സുരതകളിലെ ദുരപേരിയുയരുമ്പോൾ ആകുലങ്ങളിലെ ഇരാതിനുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെയുമ്മ പടർത്തു സോദരേ മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവ സ്നേഹ സുമങ്ങൾ വിടരട്ടെ. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ. ജീവകാരുണ്യ മേഖലയിലെ മികവിന് അന്താരാഷ്ട്ര അംഗീകാരം. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ് ഷേപ്പിംഗ് എ കൾച്ചർ. 35 years of educational revival and social empowerment. Marcus 35th Annual Conference and Convocation 2013, January 4th, 5th and 6th at Marcus Nagar, Calicut. More than 30 campuses and 100 institutions throughout India and abroad. International merit achievements and recognition for charity services. Be a part of this humanitarian movement. Marcus Shaping a Culture. ഇന്ത്യയിലും വിദേശത്തുമായി 30-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം കപടകണവും വരണ്ടോ ആസുരതകളിലെ ദുരപേരിയുയരുമ്പോൾ ആകുലങ്ങളിലെ ഇരാതിനുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ ഹൃദയങ്ങളിൽ ഉഷസിന്റെയുമ്മ പടർത്തു സോദരേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിഗ്രി പരീക്ഷാ മൂല്യനിർണ്ണയം അട്ടിമറിക്കാനുള്ള ശ്രമം തിരിച്ചറിയണമെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കാലങ്ങളായി യൂണിവേഴ്സിറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്നിരുന്ന ഡിഗ്രി സെമസ്റ്റർ പരീക്ഷയുടെ മൂല്യനിർണ്ണയം അതാത് കോളേജ് അധ്യാപകർക്ക് ഏൽപ്പിക്കുന്നത് പരീക്ഷാ സംവിധാനം തകരാറാണ് ഇടവരുത്തുക. സെമസ്റ്റർ പരീക്ഷയുടെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് അവരുടെ കോളേജ് അധ്യാപകർ മാർക്കിടുന്നത് പരീക്ഷാ സുതാര്യതയും ഗൌരവവും ഇല്ലാതാക്കാനേ ഇടയാക്കുകയുള്ളൂ. പ്രിൻസിപ്പൽമാരുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിയോജിപ്പുകളെ മറികടന്ന് തിരക്കുപിടിച്ച് തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ സെമസ്റ്റർ സമ്പ്രദായം അട്ടിമറിക്കാനുള്ള രണ്ടാം ഘട്ട ശ്രമമാണെന്ന് സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. പരീക്ഷാ നടത്തിപ്പിന്റെ കഴിവുകേടാണ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ തീരുമാനത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്ന് സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. RT ഹുസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായി TB-CB സംയുക്ത മീറ്റ് ഡിസംബർ 1 വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് സമസ്ത ഇസ്ലാമിക് സെന്ററിൽ നടക്കും. യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും സംബന്ധിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി K. അബ്ദുൽ കലാം മാവൂർ അറിയിച്ചു. മമ്പുറം തങ്ങളുടെ വീട്ടിൽ ആണ്ടുനേർച്ചയും ചരിത്ര സെമിനാറും. മമ്പുറം തങ്ങളുടെ 174ാമത് ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് മമ്പുറം തങ്ങളുടെ തറവാട് വീടായ തറമ്മൽപുര അലവിയ ദർസിന്റെ കീഴിൽ അടുത്ത മാസം 4 മുതൽ 7 വരെ വിവിധ പരിപാടികൾ നടത്താൻ സ്വാഗത സംഘ യോഗം തീരുമാനിച്ചു. 4 വൈകിട്ട് പതാക ഉയർത്തുന്നതോടെ പരിപാടി ആരംഭിക്കും. 4, 5 തീയതികളിൽ വൈകിട്ട് 6:30 മതപ്രഭാഷണം നടക്കും. 6 ഉച്ചയ്ക്ക് 2 മണിക്ക് മമ്പുറം തങ്ങളെക്കുറിച്ച് നടക്കുന്ന ചരിത്ര സെമിനാറിൽ പ്രമുഖർ സംബന്ധിക്കും. 7 രാവിലെ മമ്പുറം മഹലിലെ മുഴുവൻ വീടുകളിലേക്കും ഭക്ഷണം വിതരണം ചെയ്യും. തുടർന്ന് സിയാറത്ത്, മൗലിദ് സദസ് എന്നിവ നടക്കും. വൈകിട്ട് 6:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. സാദാത്തുക്കളും പണ്ഡിതന്മാരും സംബന്ധിക്കും.
തേഞ്ഞിപ്പലം പുളിയമ്പറമ്പ് വിദ്യാനഗറിലെ പുതുതായി നിർമ്മിച്ച സുന്നി മസ്ജിദിന്റെയും മദ്രസയുടെയും ഉദ്ഘാടനം ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി സമസ്ത ഉപാധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാർ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സുന്നി സമ്മേളനത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി, കെ ടി ത്വാഹിർ സഖാഫി മഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി കൂരിക്കുഴി നേതൃത്വം നൽകും. വിദ്യാർത്ഥികളുടെ യാത്രാപ്രശ്നം പഠിച്ച് പരിഹാരം കണ്ടെത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് SSF നരിക്കുനി സെക്ടർ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകളിൽ പലപ്പോഴും ബസ് പുറപ്പെടുന്ന സമയത്താണ് വിദ്യാർത്ഥികളെ കയറ്റുന്നത്. ഇത് കാരണം പലവിധത്തിലുള്ള അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ഇതിന് പരിഹാരമായി KSRTC ബസ്സുകളിൽ കൺസെഷൻ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. SYS മേഖലാ സെക്രട്ടറി TA മുഹമ്മദ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു. സ്വാദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. PC അബ്ദുറഹ്മാൻ വിഷയാവതരണം നടത്തി. SSF ബേപ്പൂർ സെക്ടർ പ്രതിനിധി സമ്മേളനം സമാപിച്ചു. നിസാർ ഇർഫാനിയുടെ അധ്യക്ഷതയിൽ അഷ്റഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. സമദ് സഖാഫി മായനാട് പ്രഭാഷണം നടത്തി. SYS മടവൂർ പഞ്ചായത്ത് ആദർശ സമ്മേളനം ഡിസംബർ 10 വൈകിട്ട് 6 മണിക്ക് ആരാമ്പ്രത്ത് നടക്കും. പരിപാടിയിൽ നൌഷാദ് ഹസനി ഒതുക്കങ്ങൾ LCD ക്ലിപ്പിംഗ് സഹിതം പ്രഭാഷണം നടത്തും. മൂന്നിയൂർ കുണ്ടംകടവ് യൂണിറ്റ് SYS SSF സംഘടിപ്പിക്കുന്ന ആദർശ വിശദീകരണവും മർക്കസ് സമ്മേളന പ്രചാരണവും നാളെ വൈകിട്ട് 6 മണിക്ക് നടക്കും. യു അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. നൌഷാദ് സഖാഫി മുണ്ടൻകുറ്റി മുഖ്യ പ്രഭാഷണം നടത്തും. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന SYS ക്യാമ്പയിന്റെ ഭാഗമായി നൌഷാദ് ഹസനി ഒതുക്കങ്ങൾ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഒളവണ്ണ കമ്പിളിപ്പറമ്പ് മദീനത്തു CMൽ LCD ക്ലിപ്പിംഗ് സഹിതം പ്രഭാഷണം നടത്തും. തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി റേഞ്ച് മുഅല്ലിം മഹർജാൻ കോഴിപ്പുറം നജാത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. 22 മത്സര ഇനങ്ങളിലായി 100ഓളം പ്രതിഭകൾ പങ്കെടുത്തു. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി പ്രാർത്ഥന നിർവഹിച്ചു. അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SSF സ്റ്റുഡൻസ് സെന്റർ കർമ്മസമിതി ഡിവിഷൻ കൺവീനർമാരുടെ സംഗമം ഇന്ന് വൈകിട്ട് 7 മണിക്ക് മലപ്പുറം വാദി സലാമിൽ ചേരുമെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി CK ഷക്കീർ അറിയിച്ചു. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ SYS നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി SYS മുന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം നവംബർ 30 വെള്ളിയാഴ്ച പടിക്കലിൽ നടക്കും. LCD ക്ലിപ്പിംഗ് സഹിതം അലവി സഖാഫി കൊളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തും. സിദ്ദീഖ് സഖാഫി അരിയൂർ സംസാരിക്കും. തുടർന്ന് മർക്കസ് പിന്നിട്ട നാൾവഴികളിലൂടെ എന്ന വിഷയത്തിൽ മർക്കസ് സമ്മേളന പ്രചാരണാർത്ഥം അബൂബക്കർ മാസ്റ്റർ പടിക്കൽ പ്രഭാഷണം നടത്തും. മർഹൂം CP ഉസ്താദ് അനുസ്മരണവും മാസാന്ത ദിക്ർ ഹൽക്കയും ഇന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം മെഡിക്കൽ കോളേജ് മർക്കസ് മസ്ജിദിൽ നടക്കും. പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകും. ഖാദി PA അബ്ദുള്ള മുസ്ലിയാർ അനുസ്മരണവും മാസാന്ത ദിക്ർ മജ്ലിസും വെള്ളിയാഴ്ച അസർ നിസ്കാരാനന്തരം പാലോട്ട് പള്ളി സുന്നി മസ്ജിദിൽ നടക്കും. അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി, അബ്ദുൽ ഖാദർ മുസ്ലിയാർ കല്ലൂർ, ഹാഫിൽ ഷമീർ സൈദി എന്നിവർ പങ്കെടുക്കും. കിനാലൂർ മർക്കസുൽ ഹിദായ എഡ്യൂക്കേഷണൽ സെന്ററിന് കീഴിൽ ദ്വൈമാസ ദിക്ർ മജ്ലിസിന് തുടക്കം കുറിച്ചു. ഹിദായ നഗറിൽ നടന്ന ദിക്ർ ദുആ സമ്മേളനത്തിന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി. ആത്മീയ സമ്മേളനം KH കോയ ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇല്യാസ് സഖാഫി എരുമാട് ഉദ്ഘാടനം ചെയ്തു. അബ്ദുർഷീദ് സഖാഫി കുറ്റ്യാടി ഉദ്ബോധന പ്രഭാഷണം നടത്തി. മർക്കസ് സമ്മേളന വിശേഷങ്ങൾ. മരുമാനസങ്ങളിൽ നനവ് പടർത്തി പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. പാടാം മർക്കസ് ഗീതങ്ങൾ, കോർക്കാം ഇശലിൻ ഹാരങ്ങൾ. അലിവിന്റെ രാഗമധുരം, മർക്കസ് കനിവിന്റെ സ്നേഹമധുരം. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയ 35ാം വാർഷിക 16ാം സന്നദ്ധദാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മർക്കസ് അലുമിനി അസംബ്ലി 2012 ഡിസംബർ 8 മർക്കസിൽ നടക്കും. 2 സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ 1ാം സെഷൻ നോസ്റ്റാൾജിയ അതാത് സ്ഥാപനങ്ങളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയും, 2ാം സെഷൻ അലുമിനി സമ്പൂർണ്ണ സംഗമം 2 മണി മുതൽ 4 മണി വരെയും മെയിൻ ഓഡിറ്റോറിയത്തിലും നടക്കും. മർക്കസ് ഓർഫനേജ് ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, ബോർഡിംഗ് മദ്രസ, ആർട്സ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ITC,
ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, മർക്കസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ, CBSE തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇത് സംബന്ധമായി ചേർന്ന യോഗത്തിൽ വിവിധ മർക്കസ് സ്ഥാപനങ്ങളിലെ ഭാരവാഹികൾ സംബന്ധിച്ചു. മർക്കസ് വാർഷികത്തോടനുബന്ധിച്ച് താമരശ്ശേരി മേഖലാ പ്രചാരണോദ്ഘാടനം ഡിസംബർ 1 ശനിയാഴ്ച കൈതപ്പൊയിലിൽ നടത്താൻ ചെയർമാൻ നാസർ സഖാഫിയുടെ അധ്യക്ഷതയിൽ മസ്ജിദുൽ സഹാദയിൽ ചേർന്ന മേഖലാ പ്രചാരണ സമിതി യോഗം തീരുമാനിച്ചു. ആറ്റക്കോയത്തങ്ങൾ മലോറം ഉദ്ഘാടനം ചെയ്തു. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ, സമ്മേളന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിന് കോഴിക്കോട് ജില്ലാ സംഘാടക സമിതി ചെയർമാൻ കൺവീനർമാരുടെ യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ ചേരും. ബന്ധപ്പെട്ടവർ യോഗത്തിൽ സംബന്ധിക്കണമെന്ന് പ്രചാരണ സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, കൺവീനർ മജീദ് കക്കാട് എന്നിവർ അറിയിച്ചു. RSC സാഹിത്യോത്സവ വാർത്തകൾ. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്തുനബി. RSC മക്ക സാഹിത്യോത്സവ ചേംബർ ഓഫ് കൊമേഴ്സ് മേധാവി ഉദ്ഘാടനം ചെയ്യും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മക്കയിലെ ഓഹാലിദ് നഗറിൽ നടക്കുന്ന റിസാല സ്റ്റഡി സർക്കിൾ മക്ക സോൺ സാഹിത്യോത്സവിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. നാളെ വൈകുന്നേരം 8 മണിക്ക് മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് അറ്റസ്റ്റേഷൻ വകുപ്പ് മേധാവി വായിൽ അബ്ദുറഹ്മാൻ മുഖ്ലിസ് ഉദ്ഘാടനം ചെയ്യും. ചേംബർ ഓഫ് കൊമേഴ്സ് അറ്റസ്റ്റേഷൻ വകുപ്പ് അസിസ്റ്റന്റ് മേധാവി ഖാലിദ് ഇബ്രാഹിം, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. വിവിധ യൂണിറ്റുകളിൽ നിന്ന് വിജയികളായ നിരവധി പ്രതിഭകൾ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി ഖിറാഅത്ത്, പ്രസംഗം, മാലപ്പാട്ട്, മാപ്പിളപ്പാട്ട്, ദഫ്, കഥ പറയൽ, അറബി ഗാനം, ക്വിസ് കോമ്പറ്റീഷൻ, ഡ്രോയിംഗ്, കഥാരചന, കവിതാരചന, സംഘഗാനം, ബുർദ, മൗലിദ്, ഗണിതകളി തുടങ്ങിയ വിവിധ പരിപാടികളിൽ മത്സരിക്കും. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിലെ സർഗസിദ്ധികൾ കണ്ടെത്തുകയും ആവശ്യമായ പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും നൽകി വളർത്തിക്കൊണ്ടുവരികയും സാമൂഹ്യോപകാരപ്രദമായ വഴികളിൽ പ്രയോഗിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ SSF കേരളത്തിൽ നടത്തിവരുന്ന സാഹിത്യോത്സവിന്റെ ഭാഗമായാണ് പ്രവാസ ലോകത്ത് RSC സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് ഡിസംബർ 6 റിയാദിൽ നടക്കുന്ന RSC സൗദി നാഷണൽ സാഹിത്യോത്സവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം മുണ്ടമ്പ്രയിൽ നിന്നും ഷാഫി സഖാഫി മുണ്ടമ്പ്ര, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവരുടെ പ്രഭാഷണം KMIC തത്സമയം സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പുനഃസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ച ഇന്ന് ഡൽഹിയിൽ. പുനഃസംഘടനയിൽ കണ്ണൂർ മുഖ്യ തർക്ക വിഷയം. അഞ്ചേരി ബേബി വധക്കേസിൽ അറസ്റ്റിലായ CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി MM മണിയെ നവംബർ 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്കും വോട്ടവകാശം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ പരിഷ്കരണം പുനഃപരിശോധിക്കണം SSF. കാരന്തൂർ മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന മർക്കസ് അലുമിനി അസംബ്ലി 2012 ഡിസംബർ 8 മർക്കസിൽ. മമ്പുറം തങ്ങളുടെ വീട്ടിൽ ആണ്ടുനേർച്ചയും ചരിത്ര സെമിനാറും ഡിസംബർ 4 മുതൽ. UAEയിൽ 2013 സ്വദേശിവൽക്കരണ വർഷമായി ആചരിക്കുമെന്ന് ഷേഖ് മുഹമ്മദ്. സൗദിയിൽ നീതാക്കാത്തിൽ വൻ അട്ടിമറി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.